ധൈര്യം. ഈ ധൈര്യം എന്നത് എന്താണ്? ഏതെങ്കിലും ഗുണം, ഏതെങ്കിലും ഭാവമാണോ, അതോ ഏതെങ്കിലും ചിന്തയോ? എന്നെ സംബന്ധിച്ച് ഈ ധൈര്യം ഒരു സവാരിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെന്ത് സവാരിയാണെന്ന്. നമ്മൾ ഏവരും കുതിര സവാരി നടത്താറുണ്ട്, ആന സവാരി നടത്താറുണ്ട്, പിന്നെ ഒട്ടക സവാരിയുമുണ്ട്. പക്ഷെ ധൈര്യത്തിന്റെ സവാരി എന്താണ്? നിങ്ങൾക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു സവാരിയുമില്ല സവാരി ചെയ്യുന്നയാളെ ഒരു തവണയെങ്കിലും വീഴ്ത്താത്തതായി. അതിനി ഒട്ടകമായാലും ആനയായാലും കുതിരയായാലും ശരി, ചിലപ്പോഴെങ്കിലും സഞ്ചരിക്കുമ്പോൾ കാലിടറാറുണ്ട്. വീഴുന്നത് ചിലപ്പോൾ ആരെങ്കിലും വീഴ്ത്തുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഏവരുടെയും അശ്രദ്ധ കൊണ്ടാകാം. എന്നാൽ ധൈര്യത്തിന്റെ സവാരിയിൽ ധൈര്യം ആരെയും ഒരിക്കലും വീഴ്ത്താറില്ല, ഒരിക്കലുമില്ല. സവാരി ചെയ്യുന്നയാളെ ആർക്കും തള്ളിയിടാനും കഴിയില്ല, അശ്രദ്ധ കൊണ്ടും വീഴില്ല. കാരണം ഈ ധൈര്യം നിങ്ങൾക്ക് വിവേകം നൽകുന്നതാണ്. വിവേകം നിങ്ങൾക്ക് ചിന്താശേഷിയാണ് നൽകുന്നത്. എന്നാൽ ചിന്താശേഷി നൽകുന്നത് നിങ്ങൾക്ക് ശക്തിയാണ്, സ്വന്തം ലക്ഷ്യം പ്രാപ്തമാക്കുവാൻ വേണ്ടി. എന്താ മനസ്സിലാകുന്നില്ലേ? ധൈര്യത്തെ കൂട്ടുപിടിച്ചാലും സ്വയം കൂടുതൽ ധൈര്യമുണ്ടാക്കുന്നത് ശീലിക്കുക. ഈ ധൈര്യത്തോടൊപ്പം തന്നെ നിങ്ങൾ ഏവരും സവാരി ചെയ്താലും, എന്നിട്ട് നോക്കൂ എങ്ങനെയാണ് ഈ സവാരി നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്ന്. രാധേ രാധേ.